Watch India's largest kids library only on Jio Hotstar. Download the app now. വലിയേട്ടാ വേഗത്തിൽ നല്ല ചൂടുള്ള ഐസ്ക്രീം ഇങ്ങടുത്തേ. ചൂടുള്ള ഐസ്ക്രീമോ അതോ തണുപ്പുള്ള ഐസ്ക്രീമോ? പിന്നെ നല്ല ചൂടുള്ള സമൂസകൾ കഴിച്ച് കഴിച്ച് അങ്ങനെ ആയിപ്പോയതാ. ഈ വാഗൊണ്ട് പറയുമ്പോഴും അതുപോലെ പറഞ്ഞു പോകുന്നു. എടുത്തോളൂ, വേഗത്തിൽ നല്ല തണുപ്പുള്ള ഐസ്ക്രീമിങ് എടുത്തോളൂ. ആഹാ, ഇന്നാ പിടിച്ചോ നമ്മുടെ സമോസ ഐസ്ക്രീം. എന്റെ കയ്യിൽ എല്ലാ തരത്തിലുള്ള ഐസ്ക്രീം ഉണ്ട്. സമൂസയുടെ ഷേപ്പിലുള്ള ഐസ്ക്രീമോ? എന്റെ മോട്ടു ഒന്ന് മതിയാക്ക്. ഇത്രയധികം ഐസ്ക്രീം കഴിച്ച് എന്തെങ്കിലും രോഗങ്ങൾ വരും. പത്തിലു ആദ്യമായിട്ടാണ് ഞാൻ സമൂസയുടെ ഷേപ്പിലുള്ള ഐസ്ക്രീം കഴിക്കുന്നത്. ഞാനൊന്ന് കഴിച്ചോട്ടേന്ന്. ഒന്ന് നിർത്തൂ, എല്ലാം തീർന്നു പോയി. ഇനി പൈസ എങ്കിലും താ. എല്ലാം ചേർത്ത് 5000 രൂപയായി. പത്തിലു അവനൊരു 5000 രൂപ കൊടുത്തേ. എന്നാ ഞാൻ ചെന്ന് നല്ലോണം വിശ്രമിക്കട്ടെ. അല്ല, ഐസ്ക്രീം കഴിച്ചത് നീയല്ലേ, പൈസ കൊടുക്കുന്നത് ഞാനും. എനിക്ക് തോന്നുന്നു തണുപ്പ് പിടിച്ചെന്നാ. പിടിക്കാതെ പിന്നെ എങ്ങനെയാ? ഇത്രയധികം ഐസ്ക്രീം ഒറ്റയടിക്ക് തിന്ന് കേച്ചിട്ട് തണുപ്പടിക്കാതെ പിന്നെ എന്തടിക്കാനാ? നിന്നെ മുഴുവൻ ഐസ്ക്രീമും തിന്ന് കേച്ചിട്ട്. പക്ഷെ നീ ഐസ്ക്രീം കഴിക്കാതെ എന്തിനാ ഇങ്ങനെ തുമ്മുന്നത്? ഇതിനൊക്കെ കാരണം നീയാ. ഇപ്പൊ നിന്റെ രോഗം എനിക്ക് പകർന്നിരിക്കുക. തണുപ്പുള്ള ഐസ്ക്രീം കഴിച്ചത് കൊണ്ടാ ഇങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് നല്ല ചൂടുള്ള സമൂസ കഴിച്ച ഒക്കെ ശരിയായിക്കോളും. ആരാ ഇത്? മുഖം ഒളിപ്പിച്ച് എന്തിനാ നടക്കുന്നേ? സമൂസ കഴിക്കാനാ. അതിന് മുഖം ഒളിപ്പിക്കുന്നത് എന്തിനാ? കൈമാറ്റിക്കേ. ഇല്ല, ഞങ്ങള് കൈ എടുക്കൂല. എന്തുകൊണ്ട് കൈയെടുക്കാൻ പറ്റില്ല? വേഗം കൈയെടുക്ക്. ഞാനല്ലേ പറയുന്നേ. രണ്ടുപേരും എന്തോ എന്നിൽ നിന്ന് ഒളിച്ചു വെക്കുന്നുണ്ട്. നിൽക്കാൻ പറയേ. കൈ മാറ്റുന്നോ അതോ ഞാൻ രണ്ടെണ്ണം തരട്ടെ? വേണ്ട ബോസ്ത്രേട്ടാ, പിന്നെ നിങ്ങൾ പശ്ചാത്തപിക്കേണ്ടി വരും. കൈ വേഗം മാറ്റാൻ. ഓട്ടോ, നീ എന്നോട് തമാശ കളിക്കുകയാണോ? നീ എന്റെ മുഖത്തേക്കാണോ തുമ്മിയത്? നിന്നെ ഇന്ന് ശരിയാക്കി തരാം. മോട്ടു ഓടിക്കോ, അയാൾ അടി തുടങ്ങാൻ പോവാ. ഓടിക്കോ. വേഗം വാ മോട്ടു. മോട്ടു പത്ലു, എടാ എനിക്കും ജലദോഷം ഉണ്ടാക്കി തന്നോ? നിന്നെ ഞാൻ വിടില്ല. മോട്ടു പത്ലു, ചായക്കട ചേട്ടാ തരൂ. അതിനെ ഇവിടെ ആച്ചി കിട്ടുന്നില്ലല്ലോ. ചായക്കട ചേട്ടാ സമൂസ തരൂ. ഇപ്പൊ തരാം. പക്ഷെ എന്താ ഈ ജലദോഷം കൊണ്ട് വന്നിരിക്കുന്നേ? ഒന്ന് ഡോക്ടറെ കണ്ടുകൂടെ? എന്താ ഇവിടെ വന്നിട്ട് എന്റെ സമോസയൊക്കെ താഴെ കളഞ്ഞല്ലോടാ. പോരാത്തതിന് എനിക്ക് ജലദോഷം തന്നല്ലോടാ. ഇവിടുന്ന് ഓടി പൊക്കോണം. എന്നിട്ട് അസുഖം മാറിയിട്ട് ഇങ്ങോട്ട് വന്നാ മതി. അടിച്ചടിച്ച്
എന്റെ അമ്മോ, മോട്ടുപത്രം എങ്ങോട്ടായി ഓടുന്നത്? എന്തിനു വേണ്ടിയായി ഓടുന്നത്? എന്താണ് കാര്യം? എന്നോട് പറഞ്ഞോളൂ. ഞങ്ങളെ ചിങ്ങം സാറേ ഒന്ന് പോകാൻ അനുവദിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്കും അതൊക്കെ പിന്നീട് പറയാം. ഇല്ല, ഇപ്പൊ തന്നെ പറയണം. അത് പിന്നെ ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ ഞങ്ങളുടെ പുറകില്ല. ബോക്സറും പുറകില്ല, ചായക്കട ചേട്ടനും പുറകില്ല. മനസ്സിലായി. എന്തിനാ നിങ്ങളുടെ പുറകെ ആൾക്കാർ വരുന്നെന്ന്? നിങ്ങളുടെ പുറകെ വരുന്ന ആൾക്കാർ ലിസ്റ്റിൽ ഇപ്പൊ എന്റെ പേര് ചേർത്തോളൂ. വിടില്ല ഞാൻ. ചിങ്കം സാറേ, ഇതിപ്പോ വല്ലാത്തൊരു പ്രശ്നമായല്ലോ, കണ്ടില്ലേ? The name is ചിങ്കം. ഈ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. ഓടിക്കോ. അവിടെ നിൽക്ക്. In the name of law. ഇന്ത്യ നിയമമാണ് സത്യം. ഭാരതമാതാവാണ് സത്യം. അവിടെ നിൽക്ക്. ധീരന് ഭയം ഉണ്ടാവില്ല. ഇതെല്ലാം ഈ മനുഷ്യന്മാര് കാരണമാണ് കേട്ടോ അവിടെ. ഇവന്മാരെ ഓടിക്കണം, ഇവന്മാരെ ഓടിക്കണം, ഓടിക്കോ. ഇവരെവിടുന്നാ വന്നത്? പകല് നമ്മളുടെ ഉറക്കം കളയാനായിട്ട്. അല്ല, ജലദോഷം നമുക്ക് എങ്ങനെയാ പെട്ടെന്നുണ്ടായത്? നമ്മളെ ഇവർ ഒരു നിലയ്ക്കാക്കിയിരിക്കുന്നു. ഇവർ നമ്മളുടെ എതിരാളികളുടെ കൂട്ടരാണെന്ന് തോന്നുന്നു. അവരെ കടിക്കൂ, വിടരുത്. വലിയേട്ടാ, രക്ഷിക്കണേ. വലിയേട്ടാ, എന്തെങ്കിലും ചെയ്യൂ, ഞങ്ങൾക്ക് തണുപ്പ് പിടിച്ചു. ജലദോഷത്തിനെ കുറിച്ചൊക്കെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ മരുന്ന് തരാം. എന്താ ഇത് കൂട്ടുകാരാ? എന്താ ഇത്? വലിയേട്ടാ, എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. കോട്ടു, എന്റെ ചങ്കേ, നിന്റെ ജലദോഷം എനിക്ക് പിടിച്ചതോ? നിന്നെ ഞാൻ വെറുതെ വിടില്ലടോ. ട്രീറ്റ്മെന്റ് ഒക്കെ പിന്നെ തരാം. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇത്രയും പ്രാവശ്യം തുമ്മിട്ടേ ഇല്ല. ഒന്ന് നിർത്തണേ വലിയേട്ടാ. ഞങ്ങൾ എന്തിനാ ഇങ്ങനെ തല്ലുന്നേ? ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇതിൽ ഞങ്ങളുടെ തെറ്റാണ് എന്താണുള്ളത്? അരുത്, അരുത്. ജോൺ, മര്യാദക്ക് താഴോട്ട് ഇറങ്ങിക്കോ. ഇല്ലെങ്കിലേ ഞാൻ വല്ലത് ചെയ്യും. ഞാൻ താഴെ ഇറങ്ങത്തില്ലടാ. ധൈര്യം നീ ഇറക്കി കാണിക്ക്. ജോണേ, നിനക്ക് ഞങ്ങളുടെ പുതിയ ആയുധത്തെ കുറിച്ച് മനസ്സിലായില്ലെന്നാ തോന്നുന്നത്. മര്യാദക്ക് ഇറങ്ങ്, അല്ലെങ്കിൽ ഞങ്ങളത് കാണിച്ചു തരും. മോട്ടു ഫയർ. ഓൺ യുവർ ഗെറ്റ് സെറ്റ്. എന്താ ഇത്?
കയ്യിലൊരു കർച്ചീഫ് വെച്ചിട്ട് തുമ്മലായിരുന്നു. ആരെങ്കിലും രക്ഷിക്കണേ. ഈ ജലദോഷം കാരണം 8ന്റെ പണി എനിക്ക് കിട്ടിയത്. മോട്ടുപത്ലു, ഇന്ന് നിങ്ങൾ കാരണം ജോൺ ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച എല്ലാ പണവും തിരിച്ചു കിട്ടി. താങ്ക് യു. അങ്ങനെ കള്ളൻ ജോണിനെ നമുക്ക് പിടിക്കാൻ സാധിച്ചു. നിങ്ങളെ ഞാൻ വെറുതെ വിടലടാ. ഇതിനൊക്കെ ജോൺ പകരം ചോദിക്കവിടെ. താങ്ക് യു മോട്ടുപത്ലു. ഇതൊക്കെ ഞങ്ങളുടെ ഒരു കടമ മാത്രമാണ്. അല്ല, നമ്മുടെ ജലദോഷം മാറിയല്ലോ. പൊളിച്ചേ. ഇനി നമ്മൾ ശരിയായാൽ പിന്നീട് എല്ലാവരും ശരിയായിക്കോളും. Watch India's largest kids library only on Geo Hotstar. Download the app now.